ഭയങ്കര വിറ്റാണ്. കസ്റ്റമർ വന്നിട്ട് ബില്ല് ഓർഡർ ഒന്നല്ല എനിക്കാണ്. ഓക്കെ ബൈ. ശരി. ചേട്ടാ ഓർഡർ റെഡിയായോ? ഓക്കെ, താങ്ക് യു. ഹായ് സർ, ഫുഡ്. ചങ്കുറപ്പുള്ള നിലപാടുകൾക്കൊപ്പം 24 ന്യൂസ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവമായ കോമഡി ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റ് ആർമി കാസർഗോഡ്, നിങ്ങൾ ഇവിടെ കിട്ടിയത് വലിയ സന്തോഷം. ഇന്ന് നമ്മുടെ 3 കാര്യക്കാരോടൊപ്പം, അതായത് ടിനിച്ചേട്ടനോടൊപ്പം, ടിനിച്ചേട്ടൻ സ്വാഗതം, ബിജുകുട്ടൻ ചേട്ടൻ, പ്രജോചേട്ടൻ, ഒപ്പം ഇന്ന് നമ്മളോടൊപ്പം ഇപ്പോൾ ഡ്രാമയും റിലീസായിരിക്കുന്നു. മലയാളത്തില് മികച്ച ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള സുരേഷ് കൃഷ്ണ. തുടങ്ങാം നമുക്ക് ഫോട്ടോൺ കിടിലം കോമഡി ഉത്സവം. ഫോട്ടോൺ കിടിലം കോമഡി ഉത്സവത്തിൽ ഇനി മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ എത്തുന്നു ഹുസൈൻ ആൻഡ് മനു. മനു തിരുമംഗലം അല്ലേ? മനുവും പ്രചോദനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ. പ്രചോദയുടെ ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്റെ സ്റ്റുഡിയോയിൽ. ആഹാ, അത് ശരി. ഇവിടെ വന്നതിന് ശേഷമാണ് പക്ഷെ അറിയുന്നത്. ഓക്കെ മനു, എന്താ പോസ്റ്റർ ഡിസൈനിങ് ആണോ മെയിൻ പ്രോഗ്രാം അതോ? അല്ല, എനിക്ക് സ്റ്റുഡിയോയാണ്, ഡിസൈനറാണ്, അതോടൊപ്പം സിംഗറും കൂടിയാണ്. ഓ ലവ്ലി. അപ്പൊ ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? SP ശൈലജ മാഡം, വിദ്യാധരൻ മാഷ്, KS ജോർജ് സാർ. ഹുസൈൻ സ്വാഗതം. എന്ത് ചെയ്യുന്നു ഹുസൈൻ? ഹുസൈന്റെ ഫേം ഹാൻഡ് ഷേക്ക് കാണുമ്പോ സർവീസിലാണോ? ഞാൻ തടിവെട്ടാണ് സർവീസിലാണ്. അപ്പൊ ഹുസൈൻ ആരൊക്കെ ലിസ്റ്റിലുള്ളത്? ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാഘവൻ സാറ്, സംവിധായകൻ സിദ്ദിഖ് സാറ്. നമ്പർ പറയാൻ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ഇവിടെ പിഴിച്ചലിനുള്ള പാർട്ടി ഒന്നേ ഉള്ളൂ, അത് തന്നെ എൻഗൈഡാ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ ഒറ്റ വെട്ടേ വെട്ടു, താൻ 1.5 കഷ്ണായി തറയെ കിടക്കും. കാണുന്നത് എനിക്ക് കുഴപ്പമില്ല. അന്ന് മമ്മറ ബാവയിൽ നിർത്തി കഴിഞ്ഞു. സിനിമ. ശരി ഹുസൈൻ, നമ്പർ 13. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 13. തിരുവഞ്ചൂർ ലിസ്റ്റിലുള്ളതാണോ? കേൾക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. എന്തിനേറെ എൻ്റെ സംസാരത്തിൻ്റെ പിഴവുകൾ പോലും എത്രയോ മിമിക്രിക്കാർ അനുകരിച്ചവർ കയ്യടി മേടിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്പർ പറയും 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. എന്താ ഇടത്തില് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാണിക്കണമെന്നില്ല, ഞങ്ങൾക്കും അടുത്ത്. അത് മതി അടുത്തതാരി. അയ്യോ അതെന്താണ്? അത് കൊള്ളാം. ഓക്കെ, അടുത്ത നമ്പർ ഹുസൈൻ. നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. സുരേഷ് ഏട്ടൻ കിട്ടിയിരുന്നു. കോളേജാകുമ്പോ തട്ടിന്നോ മുട്ടിന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് എന്നോട് മാപ്പ് കോപ്പ് എന്നൊക്കെ പറയാൻ പറഞ്ഞ എന്റെ പട്ടി പറയും പട്ടി. കുഴപ്പമില്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു കേട്ടോ.
ട്രോൾ ഒന്നുമില്ല, അത് തന്നെ വലിയ ഭാഗ്യല്ലേ. അപ്പൊ ലാസ്റ്റ് നമ്പർ മനുവിന്റെ 15. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 15. ഇവിടെ ലിസ്റ്റിലുള്ള പുതുപ്പള്ളിയില് രാഷ്ട്രീയത്തില് ഇത് കോമഡി ഒന്നുമല്ല, ഒരക്ഷരം എനിക്ക് കേൾക്കണ്ട. ഇപ്പൊ ഇറങ്ങണം ഈ നിമിഷം. ഏതാ സ്ഥലം പറഞ്ഞേ? പൂവള്ളിയില്ല, കോട്ടയം. ഓക്കെ. ഉമ്മൻചാണ്ടി സാർ ലിസ്റ്റിലുണ്ടല്ലോ, കേൾക്കാം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. അക്രമ രാഷ്ട്രീയത്തോട് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും യോജിക്കുന്നതല്ല. ഞങ്ങളെന്നും വിശ്വാസികളോടൊപ്പമാണ്. അതിൽ നിന്ന് യാതൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കില്ല. സൂപ്പർ. എക്സാജറേഷൻസ് ഒന്നും ഇല്ലാണ്ട് സ്ട്രൈറ്റ് അല്ലേ? ലാസ്റ്റ് നമ്പർ താങ്കളുടെ നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു. എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. കടുക് കുറച്ച മോത്തൊഴിക്കും. 3 നമ്പർ കഴിഞ്ഞിട്ട് ചേട്ടാ ടൈം പയ്യിട്ടുക. ഹുസൈന്റെ ലിസ്റ്റിന് ഒരേ ഒരാളേ ഉള്ളൂ. ആരാണ്? സംവിധായകൻ സിദ്ദീഖ് സാർ. അപ്പൊ അത് കേട്ടിട്ട് പോവാം. മലയാള സിനിമ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ മേഖലയിലുള്ളതുപോലെ മലയാള സിനിമയിലും അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് മലയാള സിനിമയെ അടച്ചധിക്ഷേപിക്കുന്നതിൽ എനിക്ക് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. മനു ലിസ്റ്റിലോട്ട് കടക്കണേ ഉള്ളൂ. ആദ്യം SP ശൈലജ. കേൾക്കാം. സൂപ്പർ. അടുത്തത് വിദ്യാധരൻ മാഷ്. ഓക്കെ. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനൊന്നു കരഞ്ഞിരുന്നു. ബാക്കി കൂടി പാടിക്കുമെന്ന് പറയണമെന്നുണ്ടല്ലേ? അസലുണ്ട്. അടുത്തത് KS ജോർജ് സാർ. കേസ് ജോൺസൺ. ജില്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ രന്നലേ. ജല്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ രന്നലേ. അല്ലിമലർകാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ രന്നലേ. അല്ലിമലർകാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ രന്നലേ. എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കട്ടക്ക് കേൾക്കുന്നവരാണ് രണ്ടുപേരും കിട്ടിയത്. ഹുസൈന് ശരിക്കും പറഞ്ഞാണ് തടിയുടെ പരിപാടിക്കാണ്. ഞാൻ തടിവെട്ട് പണിയാണ്. ശരിക്കും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന്റെ എല്ലാ ക്വാളിറ്റീസും കിട്ടും. മറ്റൊന്നുമല്ല, ഈ മിമിക്രി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കോപ്പി അടിച്ചേക്കണല്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലാണ്. ഇപ്പോൾ ഓരോ ശബ്ദം എടുക്കുമ്പോഴേ അനുകരിക്കുന്നതായിട്ട് തോന്നില്ല. കറക്റ്റ് നിങ്ങളുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. വേറെ ചേഷ്ടകളോ വേറെ സംഭവങ്ങളോ ഒന്നും കാണിക്കാതെയാണ് ചെയ്യുന്നത്.
അസലായിട്ട് ചെയ്തിട്ടാ. കാരണം എല്ലാം സ്വന്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ, തിരുവഞ്ചൂരിന്റെ, പിന്നെ സിദ്ദിഖ് സാർ സിദ്ദിഖ് സാറിന്റെ ഒക്കെ ഒരു സ്ട്രെയിൻ എടുക്കാണ്ട് കൂളായിട്ട് ഒന്ന് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ തടിപ്പണി കുറച്ച് നിർത്ത്. ഈ കൈ തടിയല്ല പിടിക്കേണ്ട, ഇനി മൈക്ക് പിടിക്കേണ്ട കൈയാണ് കേട്ടാ. ഓക്കെ, നിങ്ങളുടെ ഭയങ്കര ത്രോയുള്ള വോയിസ് ഇട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേഞ്ച്. ആ ഞെട്ടിച്ച് കളഞ്ഞ് ആ അത്ര നേരം ട്രോള് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കയറ്റം കയറിയതില്ലേ, അത് മറ്റേ ചെസ് കളിയിൽ മറ്റേ ചെക്ക് പറഞ്ഞ പോലെ പോയി, നമ്മളെ പൂട്ടിക്കളഞ്ഞു. അസലായിട്ടുണ്ട് കേട്ടാ. മൂന്നും പാട്ട് പഠിച്ചിട്ടുണ്ടാ? ഇല്ല, പഠിച്ചിട്ടില്ല. ഇല്ല, എന്തൊരു കോൺഫിഡൻസിനാ പാടിയത്. അസലായിട്ടുണ്ട് കേട്ടാ, നന്നായി. താങ്ക് യു. സുരേഷ് ചേട്ടാ? ഗംഭീരമായിരുന്നു. കാരണം ഇനി പറഞ്ഞ പോലെ തന്നെ നോർമലി നമ്മൾ കേൾക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെയും തിരുവഞ്ചൂർ സാറിൻ്റെയൊക്കെ വോയിസിൻ്റെ അടുത്ത് വേറെ ചില സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ വരാറുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല, പക്ക എന്താ പറയുക, അവരുടെ വോയിസ് പോലെ തന്നെ തോന്നി എനിക്കത്. അത് മനോഹരമായിരുന്നു ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റും. ബാക്കി പലരും ഒരുമിച്ച് കോമൺ ആയിട്ടുള്ള ഒരേ ഡയലോഗ്സും ആ എഫക്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും ഇല്ലാണ്ട് ഒരു ഫ്ലാറ്റായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിരുന്നു. ഇയാൾ പാട്ട് അതിഗംഭീരമായിരുന്നു. SP ശൈലജയുടെ ഒക്കെ അത്രയും ഹൈ പിച്ചുള്ള പാട്ട് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണത്. അത് മാത്രം വിദ്യാധരൻ മാഷുടെ തന്നെ അസാധ്യമായിട്ട് അത് അദ്ദേഹം തന്നെ പാടുന്ന പോലെ അതേ ഫീലിൽ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. മനോഹരമായിരുന്നു. പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവന് അത്ഭുതം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു. വിജയടാ? ഇടിവെട്ട് കോമ്പറ്റീഷൻ കേട്ടോ. രണ്ടും മിമിക്രി, അല്ലെങ്കിൽ ഒരാൾ പാട്ടാണ് ഒരാൾ മിമിക്രി ആണെങ്കിലും കറക്റ്റ് ഈക്വലായിട്ട് നിൽക്കുന്ന പ്രകടനം രണ്ടുപേരും കേട്ടോ. വിദ്യാധരൻ മാഷ് കലക്കി പൊളിച്ചു കളഞ്ഞിട്ടാ. കാരണം വിദ്യാധരൻ മാഷ് നേരത്തെ അനുകരിച്ചിട്ടുണ്ട് ഇവിടെ, പക്ഷേ ഇത്ര കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കറക്റ്റായിരുന്നു, ഭയങ്കര രസമാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ KS ജോർജ് സാറിന് നന്നായിരുന്നു. ആലിപ്പഴം പെറുക്കാനായിരുന്നു ടോപ്പ്. എനിക്ക് അതിശയം തോന്നിയത്, നമ്മളിവിടുന്ന് ട്രോള് കേൾക്കുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ കണ്ണ് കാണിച്ച് അങ്ങോട്ട് ചിരിക്കായിരുന്നു. കാരണം അന്നേരത്ത് കരുതി ഇനി വരുമ്പോൾ ഡൗൺ ആയി പോകുന്നു. പക്ഷെ ഒരു കയറ്റങ്ങൾ കയറിയിട്ട് പൊളിച്ച് റോക്കറ്റ് പോയിട്ടാണ് പോയത്. അടിപൊളിയായിരുന്നു. എല്ലാ ഗായകന്മാരും നന്നായിട്ട് പാടിയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇദ്ദേഹം എനിക്ക് തോന്നണത് എനിക്ക് ഉമ്മൻചാണ്ടി സാറ്, അയ്യോ അത് കിടക്കിയിരുന്നു കേട്ടോ. അത് തന്നെയല്ല, ട്രോള് നമുക്കൊരു ലിസ്റ്റില്ലാത്ത സാധനം ചേട്ടൻ്റെ പറഞ്ഞില്ലേ, അത് മനോഹരമായിരുന്നത്. അത് നമുക്ക് ട്രോള് കിട്ടിയില്ല അതല്ലേ. ഈ 3 സ്റ്റാറുകൾ നന്നായിരുന്നു. പിന്നെ എടുത്തത് നമുക്ക് സിദ്ദിഖ് സാറിൻ്റെ തിരുവഞ്ചൂര്. സിദ്ദിഖ് സാർ നന്നായിരുന്നു, പുള്ളിയുടെ നന്നായിരുന്നു. 3 സ്റ്റാറുകൾ നന്നായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മനു ആൻഡ് ഹുസൈൻ നല്ല പെടക്കണ മിമിക്രി ആയിരുന്നു കേട്ടോ. നമ്മൾ മീനൊക്കെ വെച്ചിട്ട് പെടക്കണ മീനെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഗുണം ഞാൻ കണ്ടത്, നമ്മൾ ശരിക്കും ഒരു അനുകരണം എന്ന് പറയാൻ പറ്റില്ലേ, ഇത് ശരിക്കും ഒരു നല്ല ലൈഫായിരുന്നു നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. ആദ്യം മനു എന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞ പോലെ മനു കുറച്ച് ട്രോൾ കിട്ടിയപ്പോൾ ഞാൻ വെച്ച് മനുവിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് മനു ഡൗൺ ആയി, ഇനി എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ മനു ഈ പറയുന്ന പോലെ പിന്നെ ഒരു കേറ്റിൽ അങ്ങോട്ട് കയറിയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറം ഉഗ്രമായ പെർഫോമൻസ്. കാരണം എനിക്ക് വിദ്യാധരൻ മാഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആലിപ്പഴം, അതുപോലെ മൂന്നാമത്തെ പാട്ടും എല്ലാം വളരെ ഗംഭീരമായിരുന്നു. നല്ല ഡിസൈനർ കൂടെയാണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹുസൈൻ, താങ്കളുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഇത്ര ലൈഫുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ ഈ വേദിയിൽ കണ്ടിട്ടില്ല കേട്ടോ. ഒരാളെ അനുകരിക്കാതെ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ ഉമ്മൻചാണ്ടി സാറും ലാസ്റ്റ് ചെയ്ത എല്ലാം ഗംഭീരമായിരുന്നു. രണ്ടുപേർക്കും ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കോമ്പറ്റീഷനിൽ ചില ആൾക്കാർ ഇത് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ചിലപ്പോൾ കമന്റ് അതൊന്നും അത്ര പോരാന്ന് പറഞ്ഞിട്ട് ചിലർ വന്ന് പറയാറുണ്ട്. രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്തായിരുന്നാലും കുറേയൊക്കെ കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈലിൽ എടുത്ത് വെച്ചിട്ട് ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ കേൾക്കണ എഫക്റ്റും സാധനങ്ങളും കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അവർക്ക് പ്ലെയിൻ ആയിട്ട് തോന്നിയെന്ന് വരാം. പിന്നെ മാത്രമല്ല, എല്ലാ മൊബൈലിൻ്റെയും സ്പീക്കർ അങ്ങനെ ആവണം നിർബന്ധമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് കിട്ടിയില്ലെന്ന് വരും. നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് തന്നെയാണ് പറയാറ്. നല്ലതായത് കൊണ്ടാണ് ഇത്രയും നല്ലതെന്ന് പറയുന്നത്, അല്ലേ ഏട്ടാ? അപ്പോൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവരുടെയൊക്കെ കേൾക്കുമ്പോൾ നല്ല ഇതിൽ കേൾക്കുകയാണെങ്കിൽ അത്രയും റിയൽ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ ഏട്ടാ? അതെ അതെ, കറക്റ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും കൈ പിടിച്ചേപ്പിക്കട്ടെ. ചേട്ടനെ എന്നെ പിടിച്ചോ, തടി വെട്ടണ കൈയല്ലേ. അപ്പൊ അടുത്ത ആളിലോട്ട് പോകുന്നതിന് മുമ്പ് സുരേഷ് ഏട്ടാ, ഡ്രാമയിലെ സുരേഷ് ഏട്ടന്റെ ക്യാരക്ടർ എന്താണ്? ഒരു കുടുംബത്തിലെ ഒരു മൂത്ത മോനാണ്. ഒരു അമ്മച്ചിയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിട്ടുള്ളത്. ആ അമ്മച്ചിയുടെ മൂത്ത മകന്റെ ഒരു വേഷമാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ സിനിമ ഇറങ്ങി വളരെ മനോഹരമായി കൊണ്ടിരിക്കുന്നു. ഷൂട്ടിംഗ് മുഴുവൻ UK-യിലായിരുന്നു. 10-40 ദിവസത്തോളം UK-യിൽ നിന്നിട്ടാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഈ സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ ചേട്ടാ, കാരണം കുറച്ച് നാൾ ഇനി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിരുന്നു. അത് ഇവിടെ പ്ലേ ചെയ്തിരുന്നു. അതെ 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 അതെ. 5 മക്കളാണ്. അതിൽ മൂത്ത ആൾക്കാരാണ് ഞങ്ങൾ 2 പേര്. പിന്നെ കനിഹ വരുന്നുണ്ട്, നിരഞ്ജൻ മണിയമ്പിള്ള, സുബി, അങ്ങനെ 5 പേരുടെ അമ്മയാണ് ഇതില്
ആ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന അരുന്ധതി നാഗ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് അവര്. ഓക്കെ. അപ്പോൾ അവരാണ് ചെയ്തിട്ടുള്ളത്. പല റിവ്യൂസിലും അവരെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള നമുക്ക് അവർക്ക് പകരം വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഈ സിനിമ കണ്ട ശേഷം. അത് നമ്മുടെ മാത്രമല്ല സിനിമ കണ്ട പലരും പറഞ്ഞ അതാണ്. അധികം സുപരിചിതമല്ല അവര്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരൊരു വളരെ ഒരു ന്യൂ ഫേസ് ആയിട്ട് തോന്നുകയും അവരുടെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതിന് പുറമെ ലാലേട്ടൻ അപ്പം നിങ്ങളുടെ ഫാമിലിയിലുള്ള അല്ല. ലാലേട്ടൻ്റെ ഒരു പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉള്ള സംഭവമാണല്ലോ. ഇതൊരു പക്ക ഫാമിലി എന്റർടൈനർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു ഇതാണ്. ഉറപ്പായും. അപ്പോ ഫോട്ടോൺ കിടിലം കോമഡി ഉത്സവത്തിന് ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെ സംഗീതാസ്വാദകർക്ക് ഏറെ പരിചിതയായ ഗായികാ മുഖം വിഷ്ണുമായ. കോഴിക്കോട് സ്വദേശിനിയായ വിഷ്ണുമായ അമൃത പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കളേഴ്സ് ചാനൽ സംഘടിപ്പിച്ച റൈസിംഗ് സ്റ്റാർ, സൺ ടിവിയിലെ സൺ സിംഗർ തുടങ്ങിയ റിയാലിറ്റി ഷോകളിൽ മിന്നുന്ന വിജയങ്ങൾ നേടി തിളങ്ങി നിന്ന ഈ കൊച്ചു പാട്ടുകാരി ചോട്ടി ചിത്ര എന്ന പേരിലാണ് ഇന്ന് സംഗീത പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത്. CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ തുടർച്ചയായി 3 വർഷവും തന്റെ സംഗീത പ്രഭാവം അറിയിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കാൻ വിഷ്ണുമായിക്ക് സാധിച്ചു. ചലച്ചിത്ര സംഗീത രംഗത്തെ മഹാരഥന്മാരുടെ അഭിനന്ദനങ്ങൾ ആവോളം ഏറ്റുവാങ്ങിയ വിഷ്ണുമായ സംഗീത ലോകത്തെ ഉയരങ്ങളിലേക്ക് ദിനംപ്രതി അടുത്തുകൊണ്ടിരിക്കുകയാണ്. കോമഡി ഉത്സവ വേദിയിൽ വിഷ്ണുമായയ്ക്ക് സ്നേഹസ്വാഗതം. ഇന്ത്യ ഒട്ടാകെ വിഷ്ണുമായനെ അറിയാം. പക്ഷേ മലയാളികളുടെ ഇടയിൽ മലയാളിയാണെന്ന് അറിഞ്ഞൂടെന്നുള്ളേ ഉള്ളൂ. അല്ലേ വിഷ്ണുമായ? ആണല്ലേ? വിഷ്ണുമായ എന്താ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th സ്റ്റാൻഡേർഡ്. ഏത് സ്കൂൾ? അമൃത പബ്ലിക് സ്കൂൾ. അന്ന് അവിടെ ജഡ്ജ് ചെയ്യാനിരുന്ന ആരൊക്കെയായിരുന്നു മോളെ? ശങ്കർ മഹാദേവൻ സാർ, മൊനാലി ഠാക്കൂർ, ദിൽജിത് ദോശാന്ത്. അവരെല്ലാരും എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചല്ലേ ചില കാര്യങ്ങളിൽ അല്ലേ? ഭയങ്കര രസകരമായ പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ നമുക്കൊന്ന് കേൾക്കാം അതിന്റെ ഒരു സാമ്പിൾ അല്ലേ? ലെറ്റ്സ് ഗോ ഓൺ. ആദ്യത്തെ പാട്ട് ഏതാ? സത്യം ശിവം സുന്ദരം. ഓക്കെ. ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है, जागो जीवन जो तुझागर सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम शिवं सुन्दरं, सत्यं
ശിവം സുന്ദരം ശിവം സുന്ദരം ഒരു മെച്ചൂർഡ് വോയിസ് അല്ലേ? ഓ കലക്കി മോളെ, സൂപ്പർ ആയിരുന്നു കേട്ടോ. അടുത്ത ഏതാ പാട്ട്? അടുത്തത് കെഹനാഹി. ഈ പെർഫോമൻസ് അവിടെ കഴിഞ്ഞപ്പം ശങ്കർ സാർ എന്ന് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? ചോട്ടി ചിത്ര അല്ലേ? കണ്ടു കഴിഞ്ഞിട്ട് ശങ്കർ സാർ പറഞ്ഞാണ് ചോട്ടി ചിത്ര. ശരി കേട്ടോ, ഫാനായി പോവാരും കേട്ട് കഴിഞ്ഞാല് കേട്ടോ. ഇനി അടുത്തൊരു ഫാസ്റ്റ് നമ്പർ അല്ലേ? ഏതാ? ലൈല മലൈല. ആഹാ, ബ്യൂട്ടിഫുൾ.
ഷോ കേട്ടാ, അടിച്ച് മാറ്റി ഷോയിനെ കേട്ടാ. ഞാൻ അവിടെ പോയിരുന്നോട്ടെ. ആ അതിനൊക്കെ മുമ്പ് ആൾക്കാരെല്ലാവരും ചേർന്ന് ആ എനർജിക്ക്, ആ സ്റ്റെപ്സിന്, ആ താളത്തിന് എല്ലാത്തിനും ചേർന്ന് ഉഗ്രം കഴിയും. ആദ്യത്തെ അഭിപ്രായം ബിജുചേട്ടൻ തന്നെ ഇവിടെ നിന്ന് പറയട്ടെ. നമ്മുടെ വിഷ്ണുമായ കുട്ടിയുടെ അഭിപ്രായം അല്ലേ? എൻ്റെ അമ്മ പൊളിച്ചു വന്നിട്ടാ, എന്നെ തകർത്ത് കളഞ്ഞ്. അല്ല, ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ഈ സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞ പാട്ട് ഇത്ര ചെറുപ്പത്തിലെ ഇത്ര മനോഹരമായി പാടുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. അയ്യോ, അത് ഭയങ്കരമായിട്ട്. അത് തന്നെയല്ല, ഈ 3 പാട്ടുകളും സാധാരണക്കാരി തൊടാത്ത പാട്ടുകളാ. ഇത്ര ചെറിയ ചെറിയ കൊച്ചല്ലേ, എന്താണ് ചോട്ട ചിത്ര, ബെഡാ ചിത്ര പോട്ടാ. അപ്പൊ നല്ലൊരു ഗായികയുണ്ട്, നന്നായിട്ട് സ്കൂളിൽ പഠിക്കുക, നന്നായിട്ട് കോളേജിൽ പഠിക്കുക, സംഗീതം പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ ഡാൻസിനെ പറ്റി എന്താ മോൾക്ക് പറയാനുള്ളത്? കലക്കി. അമേസിംഗ്. ബിജുചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാറുണ്ടല്ലോ, അത് പറയണ്ടേ മോളെ കുറിച്ച്? അല്ല, അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അത് പറയണം, മനസ്സിലുണ്ട്. ഒന്നും പറയാനില്ല. സൂപ്പർ. തിരിച്ചേട്ടാ, ശങ്കർ മാധവൻ ചോട്ടാ ചിത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യം? ചോട്ടി ചിത്ര. ചോട്ടി ചിത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതിൻ്റെ മുകളിലാവില്ല. പിന്നെ നമുക്കൊക്കെ എപ്പോഴും അഭിമാനം തോന്നുന്നത് ഈ നോർത്ത് ഇന്ത്യൻ ചാനൽസിലൊക്കെ ഒരു മലയാളി കുട്ടി ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഓഡീഷന് കിട്ടാൻ പോലും സാധ്യതയില്ല അവിടെ. ആ പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഉറപ്പായി. അപ്പോൾ നമുക്കിവിടെ മോളുടെ പാട്ടിന് കമൻസ് പറയാനൊന്നും നമുക്ക് വാക്കുകളില്ല. മോളിവിടെ വന്നതിനാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. മോളുടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ബിജു കുട്ടനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ച്, അത് നന്നായിരുന്നു അല്ലേ? ചേട്ടന് പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് സ്റ്റെപ്പാണ്. പിന്നെ പക്ഷേ നമുക്ക് ആ ലക്കി ഫാമിലിയും കൂടി വിളിക്കാം. മോളുടെ ഫാമിലി ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? അച്ഛൻ, അമ്മ, ചേച്ചി. ആണോ? അപ്പൊ അവരെ 3 പേരെയും കൂടി വിളിക്കട്ടെ പ്ലീസ്. മകൾ അപ്പൊ ഏത് വയസ്സ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്, സംഗീതം പഠിപ്പിക്കുന്നുണ്ട്? മകളൊരു 4 വയസ്സ് തൊട്ട് സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പെർഫെക്ഷൻ. കണ്ടില്ലേ, ആ കാലഘട്ടം തൊട്ട് പഠിക്കുമ്പോ ഉള്ള വ്യത്യാസം ഇതാണ്. അപ്പോ സുരേഷ് ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുമായ? ഞാൻ ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം. കാരണം കളേഴ്സിൽ മാത്രമല്ല, നമുക്ക് ഇവിടെ ഫ്ലവേഴ്സിലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം. വളരെ മനോഹരമായിരിക്കുന്നു. ഈ ശബ്ദം എവിടുന്നാണ് വരുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ഇത്രയും ചെറിയ പ്രായത്തിൽ. അത് 3 വെറൈറ്റി സോങ്സും നല്ല ചിരിച്ച് അസാധ്യ എക്സ്പ്രഷനോട് കൂടിയാണ് മോൾ പാടിയത്. എനിക്ക് അധികമൊന്നും പറയാനില്ല. എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം മോൾക്ക് എന്നും ഉണ്ടാവട്ടെ. ഭാഗ്യം ചെയ്ത ഒരു അച്ഛനും അമ്മയുമാണ്. ഈ പാട്ടുപിടുത്തം ഇനിയും തുടർന്ന് മുന്നോട്ട് പരമാവധി കൊണ്ടുപോവുക. ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയാണ് വിഷ്ണുമായ. ഓൾ ദ ബെസ്റ്റ് മോൾ, ഓൾ ദ ബെസ്റ്റ്. പാടുവോ? ഇല്ല, പിന്നെ എന്താണ് കഴിവ്? ഇപ്പൊ വിഷ്ണുമാന്റെ സപ്പോർട്ട്, കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കാനുള്ളത്, അതാണ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അല്ലേ? വിഷ്ണുമായ കളേഴ്സിൽ നിന്ന് ഫ്ലവേഴ്സ് എത്തി, ഫ്ലവേഴ്സ് കളേഴ്സ് ആക്കി. വളരെ ഗംഭീരമായിരുന്നു. ഇത് കേൾക്കാൻ സാധിച്ചതിൽ വളരെയധികം താങ്ക്സ്. ഇവിടെ വന്നതിന് താങ്ക്സ് പറയുന്നു. ഓൾ ഫാമിലി താങ്ക്സ്. മോളൊരു 4 വരി മലയാളം പാട്ട് പാടുവോ? പാടിക്കേ. ഗോപികേ
തൽക്കാലം ബിജുകുട്ടൻ ചേട്ടൻ പറയണ കാര്യമേ പറയാനുള്ളൂ. ഒന്നും പറയില്ല. അപ്പോൾ ഏതായാലും ഭയങ്കര സന്തോഷമായി. ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ഒരുപാട് ഗോയിങ് പ്ലേസസ് കേട്ടോ, ഉറപ്പാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു എല്ലാവരും. നല്ലൊരു കൈഡി ബിജുടാ, ഇവരെ കൊണ്ടുവന്ന ബിജുണ്ട്. ഫോട്ടോൺ കിടിലൻ കോമഡി ഉത്സവത്തിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ കയറുകൾക്ക് വളരെ പ്രസക്തിയുള്ള ഒരു പെർഫോമൻസ് ആണ്. പിന്നൽ തിരുവാതിര. വരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. സംഘനൃത്ത കലാരൂപമായ തിരുവാതിരക്കളി വ്യത്യസ്തമായൊരു രീതിയിൽ കാഴ്ചക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കോഴിക്കോട് കുറുവണഞ്ചേരിയിലെ ഒരു പറ്റം വീട്ടമ്മമാർ. 8 പേരടങ്ങുന്ന ഈ സംഘം ഇമ്പമാർന്ന പാട്ടുകൾക്കനുസരിച്ച് കയ്യിലേന്തിയ ചരടുമായാണ് ചുവടുകൾ വയ്ക്കുന്നത്. 8ഓളം വേദികളിൽ ഈ തിരുവാതിരക്കളി അവതരിപ്പിച്ച് ജനപ്രശംസ പിടിച്ചുപറ്റിയ ഈ കലാസംഘം കുറുവണഞ്ചേരി ദേവീക്ഷേത്രത്തിൽ വച്ചാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നൽ തിരുവാതിര എന്ന പേരിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഈ നൃത്തരൂപത്തിൽ ശ്രീകൃഷ്ണലീലകളാണ് പ്രധാനമായും വർണ്ണിക്കുന്നത്. അംഗങ്ങളായി അണിനിരക്കുന്ന വീട്ടമ്മമാരുടെ അർപ്പണബോധവും കഠിന പരിശ്രമവും പിന്നൽ തിരുവാതിരക്കളിയുടെ പിന്നിലുണ്ട്. കോമഡി ഉത്സവ വേദിയിലേക്ക് കുറുവണഞ്ചേരിയിൽ നിന്നെത്തിയ കലാസംഘത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ആദ്യമേ തന്നെ പറയട്ടെ, ഒന്ന് കാണാൻ ഭയങ്കര ഐശ്വര്യമായിരുന്നു, അത് കണ്ടിരിക്കാൻ. പിന്നെ ഈ സംഭവം അത് കലക്കി, നമ്മൾ അതിലായി പോയി ശ്രദ്ധ, നമ്മുടെ അത് അഴിഞ്ഞു വരുന്നതും അത് കുരുങ്ങുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതായി നമ്മുടെ ശ്രദ്ധ. ഇനി എല്ലാവരെയും ഞെട്ടിക്കുന്ന വേറൊരു കാര്യം കൂടി പറയാം. ഇതെല്ലാം ഒരൊറ്റ കുടുംബത്തിലെ ആൾക്കാരാണ്. കുറുവണഞ്ചേരി കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ നിൽക്കുന്ന എല്ലാവരും, അല്ലേ? ചേട്ടാ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരുവാതിര കാണുന്നത്. ആദ്യമായിട്ടാണ്. കാരണം ഈ സ്വരച്ചേർച്ചയുള്ള രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ അവരെ പിരിക്കാൻ സുഖമാണ്, കുടുംബങ്ങളും പിരിയാൻ സുഖമാണ്. ഇത് ഒരു കുടുംബം ഒരുമിച്ച് തന്നെ, അതുപോലെ തന്നെ ഒരുമിച്ച് ഇത് പിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഭംഗിയായിരുന്നു ആ പിരിക്കൽ കാണാൻ വേണ്ടി. മിഥുൻ പറഞ്ഞതുപോലെ നല്ല ഐശ്വര്യമുള്ള ടീം, എല്ലാവരും കാണാൻ നല്ല സുന്ദരികളായിട്ടുണ്ട്, ഭംഗിയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയപ്പോ എവിടെ ശ്രദ്ധിക്കണമെന്നായിപ്പോയി. നിങ്ങളെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ടയർ പിരിക്കണ ശ്രദ്ധിക്കണം. സിനിച്ചേട്ടന്റെ ശ്രദ്ധ മാറിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഇല്ലില്ല, ടയർ പിരിയിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ സപ്പോർട്ടാണ്? ഭർത്താവ് ഫുൾ സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം സാധിക്കുന്നത്. ഞാനിപ്പോഴും ആ കയറിൽ നിൽക്കുക, അവിടുത്തെ എപ്പോഴും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ BP കയറിയിട്ട്, കാരണം 8 റോപ്പിൽ ഒരെണ്ണം എങ്ങാനും ഒരു ടൈം തെറ്റി പോയി കഴിഞ്ഞാൽ അല്ലേ കുരുങ്ങിപ്പോവും. അയ്യോ, അത് എന്തൊരു, എൻ്റെ കണ്ണ് മുഴുവൻ അവിടെ ആയിരുന്നു സത്യം പറയാൻ. അസാധ്യമായിരിക്കുന്നു എനിക്ക്. ബൈജു ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ പോലെ നിങ്ങള് ഡീസന്റ് ആയത് അറിഞ്ഞില്ല. ഡ്രാമയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ കട്ട് ചെയ്ത് അയച്ചോണ്ടിരിക്കുന്ന സംഭവമാണിത്. ഇല്ല, പെട്ടെന്ന് ഡീസന്റ് എന്റെ കണ്ണ് ഫുൾ ടൈം ആ കയറിലായിരുന്നു. നമ്മൾ വിശ്വസിച്ചേട്ടാ. അയ്യോ, അല്ല, ഭയങ്കര എങ്ങനെ ഒരു അനുഭവം തന്നതിന് ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നു. കാരണം എനിക്ക് തിരുവാതിര കളി ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ജനിച്ചതും പഠിച്ചതും ഒക്കെ മദ്രാസിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര അധികം ഈ ഒരു ഇതായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നാട്ടിൽ വന്ന ശേഷം കുറേയൊക്കെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേറെ എന്തൊക്കെ പണിയുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ ഇരുന്ന് കാണും. ഞാൻ ഒന്നുകൂടെ ഇരുന്ന് കാണുന്നത്. അടിച്ച് പൊളിച്ചട്ടാ, നല്ല വൃത്തിയും സൗന്ദര്യമുള്ള ഒരു പ്രകടനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതല്ല, എല്ലാവരും നന്നായിട്ട് നല്ല ചിരി ഉണ്ടായിരുന്നു എല്ലാവരും മുഖത്തും. എല്ലാവരും നന്നായിട്ട് ചിരിച്ച്, ഡാൻസ് കളിക്കാൻ പോലും ചിരിക്കണമല്ലോ, ഒരാൾ പോലും ലിപ്പൊന്ന് തുറക്കാതെ നിന്നില്ല. എല്ലാവരും നന്നായിട്ട് ചിരിച്ചു. അത് തന്നെയാണ് ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും നമ്മളിതൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ കൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഒരു കലാരൂപമാണെന്നുള്ളത് അല്ലേ? ഇതിൽ ശ്രീകൃഷ്ണ ലീലകളാണ് ഈ, അതെ, ഗോപികമാര് അല്ലേ ചെയ്യുന്ന ഒരു കലയാണ്. കാരണം ഇത് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അറിഞ്ഞില്ല ഇത്രയും അറിവുള്ളൊരു കുട്ടി. അല്ല, നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും നല്ല ഗ്രാൻഡ് ആയിട്ട് കാണിക്കുമ്പോൾ നമുക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അത് നിങ്ങൾ എന്തായാലും അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു ഐറ്റമാണ് കോമഡി ഉത്സവത്തിൽ വന്ന് ഇവിടെ നമ്മൾ ഈ കണ്ടത്. പിന്നൽ തിരുവാതിര അന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ടൈമിംഗ് അനുസരിച്ച് പിന്നെ അത് അഴിക്കുവാനൊക്കെ ചെയ്തൊരു കലാരൂപം. 8 പേരും വളരെ വൃത്തിയോടെ ചിരിച്ചുകൊണ്ട് എത്രത്തോളം പ്ലസൻ്റ് ആകാമോ അത്ര പ്ലസൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഇത് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക്സ് എ ലോട്ട്, വന്ന് പെർഫോമൻസ് കലക്കി. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു നേരത്തെ ടിൻചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊരു സ്റ്റാർട്ട് മാത്രമാണ്. ഇനി ഒരുപാട് വേദികളിൽ നിങ്ങളുടെ ഈ തിരുവാതിര ട്രെൻഡ് ആവാൻ പോവാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എമീർ അവിടെ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു പ്ലീസ്. ഈ പറഞ്ഞതുപോലെ ഡ്രാമ എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ആ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇപ്പോഴും ആ റിസൾട്ട് വരുന്നതും. ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയതുകൊണ്ടാണ്. ധർമ്മൻ ചേട്ടൻ വിളിച്ചിരുന്നു. പുള്ളിക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് പറയുന്നു പുള്ളിയുടെ പേരിലാണ് പടം, ധർമ്മ എന്നാണ് ആൾക്കാർ അത് ആ മാ എന്ന് എഴുതിയതിന് ഒരു ഉദ്ദേശം ഉണ്ടല്ലേ? അമ്മ എന്നുള്ള മായാണ് ഡയറക്ടർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് സ്പോട്ട് ഡബിംഗിലേക്ക് കടക്കാം. ഫോട്ടോ ഓൺ കിടിലം കോമഡി ഉത്സവത്തിലെ സ്പോട്ട് ഡബിംഗിനെ എത്തുന്നു പ്രജിത്ത് കുഞ്ഞിമംഗലം. കോമഡി ഉത്സവത്തിൽ റിട്ടയർ ആവാറായില്ലേ? ഇല്ല, തുടങ്ങിയിട്ടുള്ളൂ. കോമഡി ഉത്സവം എത്രത്തോളം ഉണ്ട് അത്ര കാലം ഇവിടെ ഫ്ലവേഴ്സ്. നമുക്കും വലിയ സന്തോഷമല്ലേ പ്രജിത്ത് ഇവിടെ ഉള്ളത്? അതെ അതെ. പ്രജിത്ത് ആർക്ക് വേണ്ടി? ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ പ്രിയതാരം നമ്മെ വിട്ടുപോയ ക്യാപ്റ്റൻ രാജ് സാറിന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ടാണ്. ഓ ലവ്ലി, ഓക്കെ, വെരി ഗുഡ്. അതെ, അപ്പോൾ സ്പോട്ടിലോട്ട് പോയിക്കോളാം. നമ്മളിവിടെ വിഷയം എല്ലാവരും നല്ലൊരു കാര്യം. മാധവനുണ്ണി, തനിക്കും തൻ്റെ അനിയനും വേണ്ടി ഞാനൊരു ഗ്ലോറിഫൈസ് കൗണ്ടറിന്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് വരികയും കേൾക്കാൻ കഴിയും. എൻ്റെ സുപ്പീരിയർ ഓഫീസും നാട് ഭരിക്കുന്ന മന്ത്രിയും ചുറ്റിലുണ്ട്. മമ്പരം ബാബിയുടെ ഡിക്ഷണറിയിലെ അസഭ്യവാക്കുകൾ തീർന്നാൽ ഓർമ്മപ്പെടുത്താൻ
തൻ്റെ നല്ല മനസ്സിന് നന്ദി. പണം തന്നല്ല താൻ എന്നെ സഹായിക്കേണ്ടത്. മമ്പറം ബാവയുടെ അനിയനെ കുത്തിയാരാണെന്ന് എനിക്കറിയാം. അവനെ പിടിക്കാൻ ഞാനല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ഫോഴ്സ് എന്ന് വിചാരിച്ചാലും നടക്കില്ല. പക്ഷേ തനിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരയുന്നവനാണ് കാട്ടുപള്ളി പപ്പൻ. തമിഴ്നാട്ടിൽ എവിടെയോ ഓളത്താവളത്തിലേക്ക് അവൻ പറക്കും. ഒരുപാട് തവണയായി തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിനെ ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചു വരുന്നു. ജീവിതത്തിൽ താങ്കൾക്ക് ഒരു വില്ലൻ ആവേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? ജീവിതത്തിൽ വില്ലനാവേണ്ടി വന്ന സന്ദർഭം വളരെ കുറവാണ്. ആരെയും മനപ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കുവൈത്തിലായിരുന്നു. മലയാളികൾ ഒന്നടങ്കം വിളിച്ചു പറയുന്നു, രാജുവേട്ട, രാജുവെങ്കിടെ ക്യാപ്റ്റൻ പല വിധത്തിലാണ് വിളിക്കുമല്ലോ. ഇപ്പോൾ ഞങ്ങൾ ടി വി തുറന്ന വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് ഫ്ലവേഴ്സ് ചാനൽ ആ രാജുവെങ്കിൽ എന്ന് തീർത്തു പറയുന്നു. മോനെ നല്ലത് വരുന്നു. എല്ലാവിധ ആശംസകളും. പാട്ട് പാടുമോ മോനെ? അതിന് കഴിവുണ്ടായി ഞാൻ മറ്റെവിടെ വല്ലതും തിളങ്ങുമായിരുന്നില്ല. അദ്ദേഹത്തിന് ഓർക്കാൻ കിട്ടിയ അവസരത്തിന് വളരെയധികം നന്ദി. അത് മാത്രമല്ല, അദ്ദേഹം വരുത്തിയ തപ്പലുകൾ വരെ പഠിച്ചു എന്നുള്ളത് അതൊരു സംഭവം തന്നെയാണ്. കുറച്ച് നാളായി ഇതിന്റെ പിറകിൽ നടക്കുന്നത്, പഠിച്ചതാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കലകിനുണ്ട് കേട്ടോ, ഗംഭീര. രാജുവേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പൊ വീഡിയോയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഡിയോയിലൂടെയും കേൾക്കാം. പക്ഷെ ജീവനുള്ള ഒരു മനുഷ്യനിലൂടെ കേൾക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അത് പ്രജിത്തുകാരനാണ് സാർ. ഓൾ ദി ബെസ്റ്റ്. ഇനിയും അദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ചിലപ്പോൾ പിള്ളേർക്കൊന്നും അറിയാൻ പറ്റില്ല. അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇങ്ങനെ ഉള്ളൊരു ആക്ടർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സുരേഷ് ചേട്ടാ, മലയാള സിനിമയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ് രാജുവേട്ടൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത്. വീണ്ടും അദ്ദേഹത്തിനെ ഇവിടെ വെച്ച് അവതരിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഇങ്ങനെ ഇവിടുന്ന് ഒരാൾ ഡബ് ചെയ്താണെന്നുള്ള കാര്യം. അദ്ദേഹം പറയുന്ന പോലെ തന്നെയുള്ളത് അതൊരു എന്താ പറയുക, ഒരു അപാര കഴിവ് തന്നെയാണ് കേട്ടോ. അത് അപാര കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും. വലിയ ലെവലിലേക്ക് പോട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. പൊളിച്ചടാ. രണ്ടാമത്തെ വോയിസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എൻ്റെ പൊന്നെ, കാരണം അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായത് കറക്റ്റായിട്ട്. അയ്യോ, കറക്റ്റ് കുറച്ചും കൂടി ഏജ് ആയി വന്നപ്പോൾ പുള്ളിക്ക് സംസാരിക്കാനൊക്കെ ഉള്ള അയ്യോ പക്കയായിരുന്നു. നിതും പറഞ്ഞിട്ട് ആ തപ്പലും തടയിലൊക്കെ കറക്റ്റ് ആയിരുന്നടാ. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ കേൾക്കുന്ന അതേ വോയിസ് അങ്ങനെ തന്നെ അവിടെ കിട്ടുകയാണ്. ഗംഭീരമായിരുന്നു. കാരണം നമ്മളത് അനുകരിക്കാൻ നല്ല ജീവിക്കാൻ തന്നെ പറയാം. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, ആ ക്യാപ്റ്റൻ രാജനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. കാര്യം അത് കഴിഞ്ഞുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ അവസാനമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവോ 100% പെർഫെക്റ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കലകി പറയത്തെ എന്നത്തെയും പോലെ സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും വൈറ്റ് ആർമി നല്ലൊരു കൈ. താങ്ക് യു. 2 ദിവസം നീണ്ടു നിന്ന ഉത്സവം ഇന്നിപ്പോ കൊടിയിറങ്ങാൻ പോവാണ്. കൊടിയിറക്കത്തിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ 3 കാര്യക്കാരെ, ഒപ്പം നമ്മുടെ മുഖ്യാതിഥി സുരേഷ് കൃഷ്ണയും. ലെറ്റ്സ് വെൽക്കം. സുരേഷ് ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസത്തെ ഉത്സവം? പൊളിച്ചെടുക്കില്ലേ? നല്ല അനുഭവമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഫ്ലവേഴ്സ് ടിവിക്കും ഈ കോമഡി ഉത്സവത്തിന്റെ എല്ലാ ടെക്നീഷ്യന്മാർക്കും, മിഥുനും ഈ ജഡ്ജസിനും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. വളരെയധികം എൻജോയ് ചെയ്തു. തീർച്ചയായും. അപ്പൊ അതേ രീതിയിൽ തന്നെ ഡ്രാമ അങ്ങനെ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ. നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. കാണാത്തവർ വീണ്ടും പോയി കാണണം. വളരെ അപൂർവം നമുക്ക് കിട്ടുന്ന ചില നല്ല സിനിമകളാണ്, നല്ല മെസ്സേജുള്ള സിനിമകളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ലാലേട്ടനെയും പഴയ രഞ്ജുവേട്ടൻ്റെ പഴയ നല്ല സിനിമകളെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയും കൂടിയാണ് ഡ്രാമ. ഈ രഞ്ജിത്തേട്ടനുമായിട്ടുള്ള സിനിമകൾ ഒരു കാലഘട്ടത്തിന് ശേഷം എല്ലാ സിനിമകളിലും ചേട്ടനുണ്ടായിരുന്നു ക്യാരക്ടർ. അതായത് ചെറുതോ വലുതോ എന്നുള്ളതിനേക്കാൾ ഒരു ക്യാരക്ടർ ആ ഒരു കെമിസ്ട്രി എപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ. എന്തൊരു ഭാഗ്യം കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദം നമുക്ക് കിട്ടുകയും അത് അഴിമതി നടത്തിയിട്ടൊന്നുമല്ല, കഴിവുള്ളതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും അതന്നെ. അല്ലെങ്കിൽ ഒരിക്കലും രഞ്ജിയേട്ടനെ പോലെ ഒരാള് അത്രേ ഉള്ളൂ. രഞ്ജിയേട്ടനെ പിന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാനിത് 7ാമത്തെ പടമാണ്. അതാ പറഞ്ഞേ. അല്ല, കഴിവുള്ളതുകൊണ്ടാണ് രഞ്ജിയേട്ടനെ വിളിക്കണേന്നാണ് പറഞ്ഞത്. അല്ലേട്ടാ, എനിക്ക് ഇന്ത്യൻ റുപ്പിയിൽ നല്ലൊരു വേഷം അല്ലേ. പിന്നെ അതിനുശേഷം നിർത്തി പുള്ളി അത്. അപ്പോ ഏതായാലും നമുക്ക് ഈ 2 ദിവസത്തെ കോമഡി ഉത്സവത്തിന് തീർച്ചയായും വിജേട്ടാ രഞ്ജേട്ടാ എന്തായാലും സുരേഷ് ചേട്ടനെ ഇവിടെ കിട്ടിയത് അദ്ദേഹം കുറെ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പറയാറില്ല, എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുള്ളതാണ്.
ആ ആഗ്രഹ പൂർത്തീകരണമാണ് ഇന്നിപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. താങ്ക്സ് ലോട്ട് സുരേഷ് ചേട്ടാ വന്നതിന്. താങ്ക് യു അപ്പോ എല്ലാവർക്കും. അടുത്ത ഉത്സവത്തിൽ കാണാം. വൈറ്റ് ആർമി, ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി.